വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. കേരള കരിയർ ഫോറത്തിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രസ്റ്റീജിയസ് ആൻഡ് ഹോണറബിൾ ആയിട്ടുള്ള ഒരു കരിയർ പാത്വേനെ കുറിച്ചാണ്. ദ ആംഡ് ഫോഴ്സസ്, ആർമി, നേവി ഓർ എയർഫോഴ്സ്. ഇത് മൂന്നിൽ ഏതോ ആയിക്കോട്ടെ, കരിയർ ഇൻ ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ കരിയർ ഇൻ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു കരിയർ മാത്രമല്ല, അത് ജീവിത രീതിയാണ്. നമ്മുടെ ധൈര്യത്തിന്റെയും കമ്മിറ്റ്മെന്റിന്റെയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഒരു ആംഡ് ഫോഴ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. നമ്മൾ ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധമുഖത്തുള്ള യുദ്ധം ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, അതിൽ വേറെയും മറ്റു റോളുകളും ആൾക്കാരൊക്കെ ഉണ്ട്. IT ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, ലോ ആൻഡ് സ്റ്റഡീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈവൻ ടീച്ചിങ്ങിന് പോലും ആർമീസ് അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആർമി അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സുകളിൽ ഉണ്ടാവുന്ന കരിയറിന് അതൊരു ജോലി മാത്രമല്ല, അതൊരു ജോബ് സെക്യൂരിറ്റി ആണ്, അതൊരു ടോപ്പ് നോച്ച് ട്രെയിനിങ് ആണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് ഇത്തരം കരിയർ നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. 12ാം ക്ലാസ് കഴിഞ്ഞാൽ, ക്ലാസ് 12th കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരം ആംഡ് ഫോഴ്സുകളിലേക്ക് കയറാൻ പറ്റുക എന്നുള്ളത് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഡിഫൻസ് ആണ്. നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആർമി, നേവി, അതുപോലെ തന്നെ എയർഫോഴ്സ്. ഇത് മൂന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ്, എൻട്രി സ്കീമാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്നുള്ളത്. ഒരു 12ാം ക്ലാസ്സിലുള്ള ഏത് സ്ട്രീം എടുത്ത് പഠിച്ച ആൾക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നോൺ സയൻസ് വിഭാഗത്തിൽപ്പെട്ട സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആർമി വിങ്ങിലാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. അതല്ല, നിങ്ങൾ +2 ലെവലില് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് സബ്ജക്ട് പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് ആർമി വിങ്, നേവി വിങ്, അതുപോലെ തന്നെ എയർഫോഴ്സ് വിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കുക. ഏജിന്റെ കാറ്റഗറി നിങ്ങൾ മനസ്സിലാക്കുക. 16.5 വയസ്സ് മുതൽ 19.5 വയസ്സിന്റെ ഇടയിലുള്ളവർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ SLC സർട്ടിഫിക്കറ്റിൽ ഏതാണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുക അതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് പരിഗണിക്കുക. പിന്നെ വേറൊരു കാര്യം, മിലിറ്ററി ഫോഴ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ റണ്ണിങ് സ്കിൽസുകൾ, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് അത്തരം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആവുക. അതുപോലെ തന്നെ നമ്മുടെ ഫീറ്റിന്റെ ലെഗിന്റെ ലെങ്ത്, നമ്മൾ ഇരുത്ത് കഴിഞ്ഞാലുള്ള നമ്മുടെ ടോട്ടൽ ലെങ്ത്, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ നോട്ടിഫിക്കേഷൻ, NDA ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എൻട്രി സ്കീമുകളുടെ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. ഇത്തരം നോട്ടിഫിക്കേഷൻസ് ആദ്യം ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. NDAയുടെ ഓപ്പണിംഗിൽ പറയുന്നത് NDA ആൻഡ് NA എന്നുള്ളതാണ് എക്സാമിനേഷൻ. UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഇതിന്റെ എക്സാമിനേഷൻ നടത്തുന്നത് എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇതിന്റെ എക്സാമിനേഷൻ നടക്കാറുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മ. നോർമലി ഡിസംബർ, ജനുവരി സമയത്താണ് ഇതിന്റെ അപേക്ഷ ഒന്നാമത്തെ ടയറിന് വിളിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ മെയ്, ജൂൺ സമയത്താണ് ഇതിന്റെ 2ാമത്തെ എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു എൻട്രി സ്കീമാണ് ടെക്നിക്കൽ എൻട്രി സ്കീം എന്ന് പറഞ്ഞാൽ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ടെക്നിക്കൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗിനായിട്ടുള്ള ആൾക്കാരെയാണ് ഇതിൽ തിരഞ്ഞെടുക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും +2 ലെവലിൽ സയൻസ് സ്ട്രീം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ പഠിച്ച ആൾക്കാർക്കാണ് ഇതിൽ എൻട്രി ഉണ്ടാവുക. ഇതിൽ ആർമി അതുപോലെ തന്നെ നേവി, ഈ 2 ഫോഴ്സിലേക്കാണ് എൻട്രി ഉള്ളത്. എയർഫോഴ്സ് നോർമലി ടെക്നിക്കൽ എൻട്രി സ്കീമിലൂടെ ആൾക്കാർ എടുക്കുന്നത് കണ്ടിട്ടില്ല. ഈ 2ലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ആർമിയുടെ കേസാണെങ്കിൽ join.indianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിലൂടെയും, നേവിയിലേക്ക് joinnavy.nic.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇതിലേക്ക് എൻട്രി ഉള്ളത്, അലൗഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 2024 അപേക്ഷിക്കുന്നത് കരുതുക. നമ്മൾ 2024 +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെയാണെങ്കിൽ 2024 JEE മെയിൻസ് എക്സാമിനേഷൻ, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ള എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത് അത് ക്വാളിഫൈ ചെയ്ത ആളായിരിക്കണം എന്നുള്ളത് കൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുള്ളൂ. അതുപോലെ തന്നെ ഈ എൻട്രി വഴി നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ആർമി വഴിയിൽ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള അവസരമാണ് ഉണ്ടാവുക. പഠിച്ചു കഴിഞ്ഞാൽ ആർമിയിലാണെങ്കിൽ ലെഫ്റ്റനന്റ് പോസ്റ്റിലാണ് നമുക്ക് അത് പോസ്റ്റ്, നേവിയിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. മൂന്നാമത്തെ മറ്റൊരു എൻട്രി സ്കീമാണ്, ഇത് മറ്റ് ഫോഴ്സുകളെ കുറിച്ചും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകൾ എന്നുള്ളത്. സോ ഇതിന്റെ എക്സാമിനേഷൻ നടത്തുന്നത് SSC ആണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് ഇതിന്റെ എക്സാമിനേഷൻ നടത്തുക. ഇത് കോൺസ്റ്റബിൾ ലെവലിലേക്കാണ്. +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക്
കോൺസ്റ്റബിൾ ലെവലിലേക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ആണ് മിനിമം യോഗ്യത വേണ്ടത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 25 ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ആസാം റൈഫിൾസ്, ഡൽഹി പോലീസ്, CRPF, BSF, CISF, SSB, അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ, ഈ ഫോഴ്സുകളിലേക്കൊക്കെയാണ് ഇതുവഴി പോസ്റ്റിംഗ് നടക്കുന്നത്. ഇതിലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ടാൾക്കാരെയും പരിഗണിക്കാറുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് പോലീസ് ഓഫീസറാണ്. ഇതൊരു യൂണിഫോംഡ് പോസ്റ്റിനെ കുറിച്ചും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതും കൂടി മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് CPO, ഇപ്പോൾ കേരള പോലീസിലുള്ള സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ള വേക്കൻസിയിലേക്ക് ആൺകുട്ടികളെയാണ് ഇതിൽ പരിഗണിക്കാറുള്ളത്. 12ാം ക്ലാസ് ആണ് മിനിമം യോഗ്യത. 18 മുതൽ 26 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. യൂണിഫോംഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് സൊസൈറ്റിയിൽ ഒരു അംഗീകാരമാണ്. അതൊരു ജീവിത രീതിയാണ്. അതൊരു ജസ്റ്റ് ഒരു കരിയർ എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല. സോ അത്തരം താല്പര്യമുള്ള ആൾക്കാർ, ധൈര്യത്തോടു കൂടി അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ സേവിക്കാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിൽ മുന്നോട്ട് വരിക. കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അത്തരം സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ഡിസ്കഷൻ ഫോറം, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വാട്സപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്, കരിയർ പീഡിയ. വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഡിസ്കഷൻസുകൾ ദിനം പ്രതി നടക്കുന്ന അല്ലെങ്കിൽ കരിയറുമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കരിയർ പീഡിയ എന്ന് പറഞ്ഞാൽ. താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.